നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം കടവും കലഹവും ഉള്ള വീടിന്റെ സ്ഥിതി ഇതായിരിക്കും എന്നാണ് ഇന്നത്തെ എന്റെ വിഷയം. അത് കടവും കലഹവും വിട്ടുമാറാതെ നിൽക്കുന്ന ചില വീടിന്റെ സ്ഥിതിവിശേഷത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കടവും കലഹവും വിട്ടൊഴിയാതെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങളുടെ വീടിന്റെ ദോഷം കൊണ്ടാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് കടവും കലഹവും. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ സമാധാനപരമായിട്ട് കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ഇല്ലേ? വീട്ടിൽ കലഹം, അതോടൊപ്പം കടവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് സംഭവിക്കുന്നത്? പല കാര്യങ്ങൾ കൊണ്ട് വന്ന് സംഭവിക്കാം. അതിലൊന്ന് ഒരു കാര്യമല്ല, അതിൽ ഏതാണ്ട് 65% വീടിന്റെ ഒരു സ്ഥിതിയാണ്. വീടിരിക്കുന്ന സ്ഥിതി അനുസരിച്ചാണ് നമുക്ക് കൂടുതലും കടവും അതേപോലെ ദാരിദ്ര്യവും കലഹവും വന്ന് കൂടുന്നത്. അപ്പൊ അതിന്റെ ആ സ്ഥിതിവിശേഷം എന്താണെന്ന് നോക്കാം. വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുന്നത് ഒരു കാരണമാണ്. നമ്മുടെ വീടിന്റെ പരിസരം അത്ര ശുഭമല്ല, നല്ല വിധത്തിലല്ല അത് കിടക്കുന്നത്. വൃത്തിഹീനമായാണ് നമ്മുടെ വീടും പരിസരവും കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കുടികൊള്ളുന്നുണ്ടാവും. അവിടെ കലഹം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല, കടം ഒഴിഞ്ഞിട്ടും നേരം ഉണ്ടാവില്ല. അത് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ വടക്ക് കിഴക്കേ മൂല ശുദ്ധമല്ലേ? കലഹം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അതായത് വടക്ക് കിഴക്കേ മൂല, ഈശാന കോണെന്ന് പറയും. അപ്പൊ വടക്ക് കിഴക്കേ മൂലയിൽ അത് ശുദ്ധമല്ലെങ്കിൽ, വൃത്തിഹീനമായാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ആ അവിടെ താമസിക്കുന്ന വീട്ടുകാരെ സംബന്ധിച്ച് കലഹവും കടവും ദാരിദ്ര്യവും ഒഴിഞ്ഞിട്ട് നേരമുണ്ടാവില്ല. കാരണം അതിന് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങളുടെ സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല ശുദ്ധമല്ലേ? കലഹം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. ഇതൊക്കെ പലരുടെയും അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ പറയുന്നത്. വാസ്തുപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. പലർക്കും ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നാം. അന്ധവിശ്വാസമായിട്ട് കരുതുന്നവർ അങ്ങനെ കരുതിക്കോ, സാരമില്ല. വിശ്വാസികൾക്ക് വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർ ഇത് വിശ്വസിക്കേണ്ട. അതായത് നിങ്ങളുടെ സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശം ശുദ്ധമല്ലെങ്കിൽ ഈ പറഞ്ഞ കടവും കലഹവും മാറിയിട്ട് നേരം ഉണ്ടാവില്ല. അതുപോലെ ഈ സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വടക്ക് കിഴക്കേ മൂലകൾ, അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂല, ഇത് ശുദ്ധമല്ലാതെ ചിലവര് ഈ വടക്ക് കിഴക്കേ മൂലയിൽ കൊണ്ടുവന്ന് അലക്ക് കല്ല് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കൊണ്ടുവന്ന് അലക്ക് കല്ല് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അലക്കുകല്ല് ഈ രണ്ട് സ്ഥാനത്തും വരുന്നത് ദോഷകരമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ആ അലക്കുകല്ല് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റുന്നത് അവരുടെ വീടിന് ഏറ്റവും അനുയോജ്യമാണ്. കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ നല്ലതാണ്. ഈ സ്ഥലങ്ങളിൽ പട്ടിക്കൂടി വെക്കുന്നവരുണ്ട്. ഇതൊക്കെ ശുദ്ധമായി നോക്കേണ്ട സ്ഥലമുണ്ട്. ഈ വടക്ക് കിഴക്കേ മൂലയും തെക്ക് പടിഞ്ഞാറേ മൂലയും വളരെയധികം ശുദ്ധമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിന്റെ. അവിടെ കൊണ്ടുവന്ന് പട്ടിക്കൂട് വെക്കുന്ന ചില സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ കോഴിക്കൂട് കൊണ്ടുവന്ന് വെക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അലക്കുകല്ല് ഇടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അലക്കുകല്ല്, അല്ലെങ്കിൽ കക്കൂസയും കുളിമുറിയും ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പണിയുന്നവരുണ്ട്. കക്കൂസയോ കുളിമുറിയോ ഈ വശത്ത് വരാനായിട്ട് വരുന്നത്. അങ്ങനെ എനിക്കറിയാവുന്ന പല വീട്ടുകാരുണ്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുളിമുറിയും കക്കൂസൊക്കെ പണിത് വെച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള വീട്ടില് ദാരിദ്ര്യം കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, കലഹങ്ങളായിരിക്കുള്ളൂ നിത്യവും ആ വീട്ടില് നടക്കുന്നത്. അതുകൂടാതെ മലിന വസ്തുക്കൾ, ഈ സ്ഥലത്തൊന്നും മലിന വസ്തുക്കൾ കൊണ്ടുവന്നിടരുത്. ഈ വടക്ക് കിഴക്കേ മൂലയിലാണ്, തെക്ക് പടിഞ്ഞാറേ മൂലയിലാണെങ്കിലും മലിന വസ്തുക്കൾ ഒന്നും അവിടെ വലിച്ചെറിയയില്ല, ഇടരുത്. ചിലവര് അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് ഇടാം.
അല്ലെങ്കിൽ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിടാം. അതുപോലെ തന്നെ മീൻ കഴുകി അല്ലെങ്കിൽ ഇറച്ചി കഴുകി ഇങ്ങനെയുള്ള വെള്ളം കൊണ്ടുവന്ന് ഈ ഭാഗത്തൊക്കെ ചിലവര് ഒഴിച്ചെന്നും വരും. അതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. വളരെ ശുദ്ധിയോടെ നോക്കേണ്ട സ്ഥലമാണ് ഇത്. വാസ്തുപ്രകാരം വാസ്തുപുരുഷന്റെ കിടപ്പ് വടക്ക് കിഴക്കും തെക്കു പടിഞ്ഞാറുമായിട്ടാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത്. വാസ്തുപുരുഷന്റെ കിടപ്പ് അങ്ങനെയാണ്. വടക്ക് കിഴക്കോട്ട് തലവെച്ച് തെക്ക് പടിഞ്ഞാറായിട്ട് കാലും നീട്ടിയാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. വടക്ക് കിഴക്ക് തലവെച്ച് തെക്ക് പടിഞ്ഞാറായിട്ട് കാലും വെച്ചാണ് വാസ്തുപുരുഷന്റെ കിടപ്പ്. ഒരു വീടിനെ സംബന്ധിച്ച് വാസ്തു പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ നമ്മള് ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അനുഭവിക്കുന്നവർ അവരുടെ അനുഭവത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിക്കും ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് വടക്ക് കിഴക്ക് തലവെച്ച് തെക്ക് പടിഞ്ഞാറായി കാലും വെച്ചാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത്. ഇങ്ങനെ വാസ്തുപുരുഷൻ കിടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ദോഷപരമായിട്ടുള്ള സാധനങ്ങൾ ഇടുകയോ ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ കലഹവും ദാരിദ്ര്യവും ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളമോ മലിന വസ്തുക്കളോ കെട്ടിക്കിടക്കുന്നതും നല്ലതല്ല. തെക്ക് കിഴക്ക് ഭാഗത്തും അത് അഗ്നികോണാണ്. അപ്പൊ അവിടെയും നമ്മൾ കൊണ്ടുവന്ന് മലിന വസ്തുക്കൾ അല്ലെങ്കിൽ മലിനമായ വെള്ളം ജലം ഒഴുകാനോ ഒക്കെ ആയിട്ടുള്ള അവസരങ്ങൾ ഈ തെക്ക് കിഴക്കേ മൂലയിലും വരാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീടുകളിലാണ് നിത്യമായിട്ട് കലഹവും കടവും ദാരിദ്ര്യവും നിലനിന്ന് പോകുന്നത്. ഇത് വാസ്തുപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് വാസ്തുവും ജ്യോതിഷവും സമന്വയമായി കൂട്ടിച്ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കണം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.